എറണാകുളം ആലുവ അമ്പാട്ടുകാവ് റെയിൽവേ ട്രാക്കിലും മരം കടപുഴകി വീണു. ആൽമരമാണ് കടപുഴകി വീണത്. റെയിൽവേയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, വിവിധയിടങ്ങളിൽ നിന്നും സമാനമായ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലുവയിലെ സാഹചര്യം എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റുമാണ് നിലവിലുള്ളത്. ഈ കാറ്റിലാണ് ആലുവ അമ്പാട്ടുകാവ് റെയിൽവേ ട്രാക്കിലേക്ക് ഈ മരം കടപുഴകി വീണിട്ടുണ്ടായിരുന്നത്. ആൽമരമാണ് കടപുഴകി വീണത്. ഇത്തരത്തിൽ ആൽമരം കടപുഴകി വീണതിനാൽ തന്നെ ഈ റെയിൽവേയിലെ ഇലക്ട്രിക് ലൈനുകൾ തകർന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ ആൽമരം നിലവിൽ അവിടെ നിന്നും മുറിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മരം കടപുഴകി വീണ സാഹചര്യത്തിൽ റെയിൽവേ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യം, ട്രെയിൻ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം കോട്ടയം ഭാഗങ്ങളിലേക്കുള്ള ട്രെയിൻ ഗതാഗതമാണ് നിലവിൽ സ്തംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ മരം മുറിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും വലിയൊരു ആൽമരമാണ് ട്രാക്കിലേക്ക് വീണിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും മണിക്കൂറുകൾ എടുക്കുമായിരിക്കും അല്ലേ ഇത് പൂർണ്ണമായും മുറിച്ചു മാറ്റി ഗതാഗത യോഗ്യമാക്കാനായി? അതിൽ തീർച്ചയായും നിലവിൽ മനസ്സിലാക്കുന്നത് മണിക്കൂറുകൾ എടുത്താൽ മാത്രമേ ഇത്തരത്തിൽ ഒരു മരം മുറിച്ചു മാറ്റി ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കുള്ള ട്രെയിനുകളാണ് നിലവിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഈ ഒരു ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ആൽമരം കടപുഴകി വീണതിനെ തുടർന്ന് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നത്. ഇതുവഴി ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇത്തരത്തിൽ റെയിൽവേയുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഈ മരം മുറിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സമയമെടുക്കുമെന്ന് അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്. ആൽമരമാണ് ട്രാക്കിലേക്ക് കടപുഴകി വീണത്. മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു.